പെരുമ്പത്തൂർ ഞാൻ നിൽക്കണേ. പെരുമ്പത്തൂർ വണ്ടി ഇന്നലെ കാലത്ത് വന്ന് ഇവിടെ പമ്പ് ചെറിയ കംപ്ലൈൻ്റ് ആയി. പമ്പ് നാമക്കല്ലിൽ ശരിയാക്കിയതാണ്. അത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ത്രെഡ് പൊട്ടി പമ്പ് പുറത്തേക്ക് പോകും. അതിപ്പോൾ വർക്ക്ഷോപ്പുകാർ അവിടെ നിന്ന് നാമക്കല്ലിൽ നിന്ന് വർക്ക്ഷോപ്പും മാനേജരും വന്നിട്ടുണ്ട്. തന്നെ ജോലിക്ക് പോകുന്നവരെ തിരക്കും, ജോലി കഴിഞ്ഞ് വരുന്നവരെ തിരക്കും. ആ ചേച്ചി ആ റോഡിൻ്റെ മതിലിപ്പോൾ ചാടൂട്ടാ. അപ്പുറത്ത് കൂടെ വണ്ടികൾ പാഞ്ഞാൽ ചാടുകണോ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ പോകണമെന്ന് അറിയില്ല. ഇവിടുത്തെ ചേച്ചിമാർക്കൊക്കെ മതിലാട്ടം ഭയങ്കരമാണ്. വേണ്ട കയറി പോകണ്ട, വെള്ളം എടുക്കാൻ പോകണം, ചോറ് വയ്ക്കണ്ടേ, വെള്ളം എടുക്കാൻ പോകണം. അപ്പുറത്ത് അത് അങ്ങോട്ട് ചാടുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ നിന്നും വണ്ടി പാഞ്ഞവരുണ്ടാവും. ഇവിടുത്തെ അവസ്ഥകൾ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഴുകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര. നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോഴാണ് അവർക്ക് പുച്ഛോ. അതിൽ നല്ലവരുണ്ട് കേട്ടോ, നല്ലവരുണ്ട്, പൊട്ടയുണ്ട്. 100% 80% നല്ലവരുണ്ട്, ബാക്കി 20% പറയണ്ടല്ലോ. അങ്ങനെ അവസ്ഥകൾ. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കാത്തിക്കാണ്, എന്നിട്ട് അത് ഫേസ്ബുക്കിലിട്ടിട്ട് അതിൻ്റെ റൈറ്റ് കൂട്ടാൻ നിൽക്കും. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ. അതിന് പൊട്ടത്തരം വരെ വിളിച്ചു പറയട്ടാ. പൊട്ടത്തരം വരെ വിളിച്ചു. ചിലപ്പോൾ പെണ്ണ് ആണാന്ന് പറയും ചിലപ്പോൾ. അതായത് ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പെണ്ണിനെ കയറി ഞാൻ ആണെന്ന് പറയും. അങ്ങനെ അത് കേൾക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്ത് പോലെ അങ്ങനെയുള്ള കളികളുണ്ട് അവിടെ. പിന്നെ പറയാ, ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ വല്ല കാട്ടിലേക്ക് ഓടിപ്പോകാന്ന് തോന്നുന്നു ജീവിക്കാൻ. കാട്ടിൽ പിന്നെ മൃഗങ്ങളുള്ളൂ, അത് പിന്നെ മൃഗമുള്ളതായി നമുക്ക് ജീവിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ മൃഗമെന്ന് മനുഷ്യരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെ അടികളെന്ന് പറയാൻ പറ്റാം. ജനിച്ചു പോയില്ലേ, മരിക്കുന്നത് ജീവിക്കേണ്ടത്. അങ്ങനെ പോണത്. അങ്ങോട്ടാ വണ്ടി പോണ ഭാഗമാണ് ചെന്നൈ. ഈ വണ്ടി പോണ ഭാഗമാണ് നമ്മുടെ കൃഷ്ണഗിരി, ബാംഗ്ലൂർ, അങ്ങനെ പോകണം. ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ.
എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ശരി എന്നാൽ ബൈ.